സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻകാരുടെ ദുരിതം തുടരുന്നതോടൊപ്പം പെൻഷൻ ഗുണഭോക്തൃ പട്ടികയിൽ നിന്നും അനർഹരാണ് എന്ന് കണ്ടെത്തി ഒഴിവാക്കുന്നതിന് വേണ്ടി ഭൗതികതല പരിശോധനകളും ആരംഭിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ പെൻഷന് പുതുതായി അപേക്ഷിക്കുന്നവരെ കൃത്യമായ പരിശോധനകളിലൂടെ പൂർണ്ണമായും പെൻഷന് അർഹത ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമേ പെൻഷൻ അനുവദിക്കൂ. വീടുകൾ കയറിയുള്ള പരിശോധനകളും നടക്കും. അതാത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥരാണ് വീടുകളിലെത്തി പരിശോധന നടക്കുക. പുതുതായി ഒരാൾ പെൻഷന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ വീടുകളിലെത്തി വീട്ടിൽ AC ഉണ്ടോ, ഫ്ലോറിംഗ് എങ്ങനെയാണ്, 1500 cc മുകളിലുള്ള ടാക്സി അല്ലാത്ത വാഹനങ്ങൾ ഉണ്ടോ, 2000 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീടുണ്ടോ, വീട്ടിൽ സർക്കാർ അർദ്ധ സർക്കാർ ജീവനക്കാർ ഉണ്ടോ എന്ന പരിശോധനകളും നടക്കും. ഇത്തരം പരിശോധനകളിലൂടെ കൃത്യമായി അർഹത ഉറപ്പുവരുത്തിയതിനു ശേഷമേ പുതുതായി ഇനി ഒരാൾക്ക് പെൻഷൻ അനുവദിക്കുകയുള്ളൂ. ഇതിനായി ധനവകുപ്പ് കർശന നിർദ്ദേശം നൽകി. ഇതിൻ്റെ രണ്ടാം ഘട്ടമായി നിലവിൽ പെൻഷൻ ഗുണഭോക്താക്കളെ അനർഹത കണ്ടെത്തുന്നതിന് വേണ്ടി വീറുകയറിയുള്ള പരിശോധനയുണ്ടാകും. അതായത് സ്വന്തം റേഷൻ കാർഡിലുള്ള മറ്റാരെങ്കിലും ഇത്തരം സൗകര്യങ്ങൾ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ അവർക്കും പെൻഷൻ തടയപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. അതായത് മക്കളോ പേരമക്കളോ അല്ലെങ്കിൽ മരുമക്കളോ ഒരുമിച്ച് താമസിക്കുന്ന സ്വന്തം റൂമുകളിൽ മാത്രം AC വെച്ചിട്ടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ ജോലി ഉണ്ട് എങ്കിലെല്ലാം ഇവരുടെ പെൻഷൻ തടയപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. സംഭവം ഇങ്ങനെയൊക്കെയാണ് എങ്കിലും സംസ്ഥാനത്ത് ഇപ്പോൾ 6 മാസത്തെ പെൻഷനാണ് ഫെബ്രുവരിയിലേതടക്കം കുടിശ്ശികയായുള്ളത്. അതിനൊരു നടപടിയെടുക്കാൻ സർക്കാരിന് ഇതുവരെ ആയിട്ടില്ല. ബജറ്റിലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രഖ്യാപനവും ഉണ്ടായില്ല. കേന്ദ്ര സർക്കാർ കേരളത്തിൻ്റെ കടബാധ്യത ഇന്നലെ ലോക്സഭയിൽ വ്യക്തമാക്കിയിരുന്നു. കടമെടുപ്പ് പരിധി ഉയർത്താനുള്ള യാതൊരു സാധ്യതയും ഇല്ല എന്നാണ് കേന്ദ്രം ഇന്നലെ വ്യക്തമാക്കിയത്. ഈ സാഹചര്യത്തിൽ കടമെടുത്തുകൊണ്ട് 1 മാസത്തെ പോലും പെൻഷൻ ഇനി മാർച്ച് കഴിയോളം ലഭിക്കില്ല. മറ്റേതെങ്കിലും വഴിയിൽ പെൻഷൻ വിതരണം ചെയ്താൽ മാത്രമേ മാർച്ചിന് മുമ്പ് പെൻഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോഴേക്കും മരുന്നിന് പോലും കഷ്ടപ്പെടുന്ന ആളുകളുടെ കാര്യം വളരെ അധികം കഷ്ടത്തിലാകും. പല ആളുകളും പെൻഷൻ കിട്ടിയിട്ട് പണം എത്തിക്കാം എന്ന പേരിൽ പലചരക്ക് കടകളിൽ നിന്നും 1-2 കിലോ ഒക്കെ അരി കൊണ്ടുപോയി വെക്കുന്ന വൃദ്ധരായിട്ടുള്ള ദമ്പതികൾ മാത്രം ജീവിക്കുന്ന അല്ലെങ്കിൽ ഒറ്റയാൾ മാത്രം ജീവിക്കുന്ന ഒറ്റപ്പെട്ടതല്ലാത്ത സാഹചര്യം സംസ്ഥാനത്തുണ്ട്. ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളുടെയും അവസ്ഥ മറിച്ചല്ല. നിലവിൽ 2023 ഏപ്രിൽ 1 മുതൽ പെട്രോൾ ഡീസൽ സെസ് പിരിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിൽ നിന്ന് 1 മാസത്തെ പെൻഷൻ പോലും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ബജറ്റ് പ്രസംഗത്തിൽ ഭക്ഷ്യമന്ത്രി പറഞ്ഞത്. കേന്ദ്ര പെൻഷൻ ഫണ്ടുകളായ ഇന്ദിരാഗാന്ധി വാർദ്ധക്യ, വികലാംഗ, വിധവ പെൻഷനുകൾ ഇതിൻ്റെ പണം സംസ്ഥാന സർക്കാരിന് കേന്ദ്രവും നൽകാനുണ്ട്. ഇത് മുടങ്ങിയതോടെ പല ആളുകൾക്കും 1300, 1200 എന്നിങ്ങനെയാണ് പെൻഷൻ ലഭിക്കുന്നത്. നിലവിൽ ഇരു സർക്കാരുകളുടെ ഭാഗത്തു നിന്നും അനുകൂലമായിട്ടുള്ള തീരുമാനം ഉണ്ടായിട്ടില്ല എങ്കിൽ നിലവിലെ പെൻഷൻ ഗുണഭോക്താക്കളുടെ അവസ്ഥ എന്താകും എന്ന് പറയാനാകില്ല. സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി 2 വൃദ്ധകൾ പിച്ചയെടുത്ത് സമരം ചെയ്യുന്നത് നമ്മൾ കണ്ടു. അതിനുശേഷം പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് ഒരാൾ ആത്മഹത്യ ചെയ്യുന്നതും കണ്ടു. എന്തായാലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉടനൊരു അടിയന്തര തീരുമാനം ഉണ്ടായിട്ടില്ല എങ്കിൽ 1 മാസത്തെയെങ്കിലും പെൻഷൻ നൽകിയിട്ടില്ല എങ്കിൽ ഈ വാർദ്ധക്യത്തിലെത്തിയിട്ടുള്ള ആളുകളുടെ കാര്യം, ഭിന്നശേഷിക്കാരുടെ കാര്യം, വിധവകളായിട്ടുള്ള ആളുകളുടെ കാര്യം വളരെ അധികം കഷ്ടത്തിലാകും. സർക്കാർ ഉടനടി ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇനിയും മസ്റ്ററിംഗ് ചെയ്യാൻ ബാക്കിയുള്ള ആളുകൾ ഫെബ്രുവരി 20 മുമ്പ് ആ കാര്യം ചെയ്യണമെന്ന് പ്രധാനമായി ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊന്ന്, അർഹത ആയിട്ടുണ്ട് എങ്കിൽ പുതിയ പെൻഷന് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാം. 60 വയസ്സ് പൂർത്തിയായിട്ടുള്ള ആളുകൾക്ക് വാർദ്ധക്യ പെൻഷനും വിധവകളായിട്ടുള്ള ആളുകൾക്ക് വിധവാ പെൻഷനും അപേക്ഷിക്കാം. വിധവാ പെൻഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇനി പറയുന്നത്. ഇത് വിധവാ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ്. പല ആളുകൾക്കും അർഹതയുണ്ടായിട്ടും ഇത് ലഭിക്കുന്നില്ല, ഇതിനെ അപേക്ഷിച്ചിട്ടില്ല എന്നതാണ് ഇതിൽ വാസ്തവമായിട്ടുള്ളത്. ഭർത്താവ് മരണപ്പെടുകയോ 7 വർഷമായി ഭർത്താവിനെ കാണാതാവുകയോ ചെയ്ത സ്ത്രീകളുടെ ക്ഷേമം ഉറപ്പാക്കാൻ സർക്കാർ നടപ്പിലാക്കുന്ന സാമൂഹ്യ സുരക്ഷാ പദ്ധതിയാണ് വിധവ പെൻഷൻ. ഭർത്താവിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ 7 വർഷമായി ഭർത്താവിനെ കാണാനില്ല എന്ന് റവന്യൂ അധികാരി, അതായത് വില്ലേജ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തി നൽകിയ വിധവ സർട്ടിഫിക്കറ്റ്, ഇവയുടെ അടിസ്ഥാനത്തിലാണ് പെൻഷൻ അനുവദിക്കുന്നത്.
ഭർത്താവ് ഉപേക്ഷിച്ച് 7 വർഷം കഴിഞ്ഞിട്ടും പുനർവിവാഹം കഴിക്കാത്ത 50 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്കും പദ്ധതി വഴി പെൻഷൻ ലഭിക്കും. മാനദണ്ഡങ്ങൾ പ്രകാരം അപേക്ഷക അർഹയാണ് എന്ന് വ്യക്തമാക്കുന്ന വില്ലേജ് ഓഫീസറുടെ സാക്ഷ്യപത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ആളുകൾക്ക് പെൻഷൻ അനുവദിക്കുക. ഇനി പറയുന്ന കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. പല ആളുകളും ചോദിക്കുന്ന സംശയമാണ് വിവാഹമോചിതർക്ക് പെൻഷൻ ലഭിക്കുമോ എന്നുള്ളത്. 2019 വരെ വിവാഹമോചിതരായിട്ടുള്ള സ്ത്രീകൾക്കും വിധവാ പെൻഷൻ നൽകിയിരുന്നു. എന്നാൽ 2020 സർക്കാർ ഉത്തരവ് പ്രകാരം നിയമപ്രകാരം വിവാഹമോചനം നേടിയവരെ വിധവയായി കണക്കാക്കാനാവില്ല എന്ന വ്യവസ്ഥ നിലവിൽ വന്നു. ഉപേക്ഷിക്കപ്പെട്ടതല്ലാത്ത ഭർത്താവിൽ നിന്നും അകന്നു കഴിയുന്ന വിധവയില്ലാത്ത വ്യക്തിക്കും വിധവാ പെൻഷൻ അനുവദിക്കാൻ നിലവിൽ വ്യവസ്ഥയില്ല. അപ്പോൾ ഒന്നെങ്കിൽ ഭർത്താവ് മരണപ്പെടുകയോ അല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിച്ച് പോയി 7 വർഷം കഴിഞ്ഞിട്ടും പുനർവിവാഹം കഴിക്കാത്ത 50 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്കോ ആണ് വിധവാ പെൻഷൻ ലഭിക്കുന്നത്. ഇത്തരം ആളുകൾക്ക് വിധവാ പെൻഷൻ ലഭിക്കുന്നില്ല എങ്കിൽ ഉടനെ അപേക്ഷ സമർപ്പിക്കുക. അപേക്ഷ അതായത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് സമർപ്പിക്കേണ്ടത്. അപേക്ഷ അക്ഷയ കേന്ദ്രങ്ങൾ മുഖേനയോ CSC കേന്ദ്രങ്ങൾ മുഖേനയോ ഓൺലൈനായി സമർപ്പിക്കാം. പ്രധാനമായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിയമപരമായി വിവാഹബന്ധം വേർപ്പെടുത്തിയവരോ അല്ലെങ്കിൽ ഭർത്താവിൽ നിന്നും അകന്ന് കഴിയുന്നവർക്കോ വിധവാ പെൻഷന് അർഹതയില്ല. അവർക്ക് വിധവാ പെൻഷന് ലഭിക്കുകയില്ല. 2020 മുതൽ ഇങ്ങനെ വിധവാ പെൻഷൻ ലഭിക്കില്ല. 2019 വരെ ഇവർക്കും വിധവാ പെൻഷൻ അനുവദിച്ചിരുന്നു. അതുപോലെ നിലവിൽ വിധവാ പെൻഷൻ അല്ലെങ്കിൽ അവിവാഹിത പെൻഷൻ വാങ്ങുന്ന ആളുകൾ വിവാഹിതയല്ല പുനർവിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ പഞ്ചായത്തിൽ അത് സമർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് ഉടനെ സമർപ്പിക്കുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി കാണാം. ദൂരെ ബൈ.